Hello friends, in the REALME 3PRO unboxing video. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ REALME 3PRO ബോക്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. REALME 3PRO എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോയുടെ ഒരു സബ് ബ്രാൻഡാണ് റിയൽമി എന്ന് പറയുന്നത്. അപ്പോൾ റിയൽമി ഒരു ക്യാമറ ഫോണായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ക്യാമറ ഫോണാണെന്ന് പറയാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉള്ള ഒരു ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ തന്നെ നമുക്കൊരു സിം ഇജക്റ്റിംഗ് ടൂളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പിന്നെ ഒരു പ്ലാസ്റ്റിക് കേസും നമുക്ക് കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് കേസ് ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കേസാണ്. അത്യാവശ്യം നമ്മുടെ ഫോണ് വീണാലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള പ്ലാസ്റ്റിക് കേസാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഫോണ് തന്നെയാണുള്ളത്. ഫോണ് സംഭവം നല്ലൊരു പ്ലാസ്റ്റിക് ബാക്കാണെങ്കിൽ കൂടി, അതായത് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബാക്കാണെങ്കിൽ കൂടി നല്ലൊരു വെയിറ്റ് ഇതിനുണ്ട്. ആ വെയിറ്റ് കാരണം ഇതൊരു പ്രീമിയം ഡിവൈസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വോക്ക് ചാർജർ ഉണ്ട്. വോക്ക് ചാർജർ എന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 5 വോൾട്ട് അറ്റ് 4 ആംപിയർ ആണ്. ഇതിൻ്റെ USB പോർട്ടിൽ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഇത് കാണാൻ കഴിയും നിങ്ങൾക്ക്, കോട്ടിങ്, കളർ കോട്ടിങ്. അതേപോലെ തന്നെ നമ്മുടെ USB കേബിളും ഉണ്ട്. USB കേബിൾ മൈക്രോ USB കേബിളാണ്, ടൈപ്പ് സി അല്ല. ഈ ഒരു USB കേബിളിലും നമുക്ക് ആ ഓറഞ്ച് കളറിലുള്ളൊരു അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിലുള്ളൊരു ആ ഒരു കോട്ടിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബോക്സിലുള്ള കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ഫോണിനെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പോളികാർബണേറ്റ് ആണ്, പക്ഷേ എന്നിരുന്നാൽ കൂടി നല്ലൊരു പ്രീമിയം ലെവലിലുള്ളൊരു ഫിനിഷിങ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കുമ്പോൾ ഒരു ഹെഡ്ഫോൺ ജാക്കും ഒരു മൈക്രോ USB പോർട്ടും പിന്നെ സ്പീക്കറുമാണ്. മുകളിലാണെങ്കിൽ പവർ ബട്ടനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊരു ചെറിയ രീതിക്കുള്ളൊരു ക്യാമറ ബമ്പും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഡുവൽ ക്യാമറ സ്മാർട്ട് ഫോണാണ്. മുകളിലുള്ളത് 16ഉം താഴെയുള്ളതും 6 മെഗാ പിക്സൽ ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വളരെ ഫാസ്റ്റാണ്, വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റാണ്. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റാണ്. പിന്നെ ഇതിന് സ്നാപ്ഡ്രാഗൺ 710 പ്രോസസ്സറാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിക്കുള്ള ലാഗോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് പോയി നോക്കുമ്പോൾ ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് 9.0 ആണ്, പൈ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഓൾറെഡി ക്യൂയുടെ ബീറ്റ വേർഷനിൽ അല്ലെങ്കിൽ ബീറ്റ പ്രോഗ്രാമിൽ ഈ റിയൽമി 3PRO ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്യൂയുടെ ബീറ്റയും കൂടി നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ റാം 4GB ആണ് ഇതിൽ വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 710 പ്രോസസ്സർ ഒക്ടാ-കോർ പ്രോസസ്സർ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ റിയൽമിയുടെ കളർ OSലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ കളർ OS അത്ര ബോറായിട്ടുള്ള ഒരു OS ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് റെഡ്മിയുടെ ഒക്കെ രീതിയിലുള്ളൊരു OS ആണ് ഇതിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അത്ര ബോറായിട്ടൊന്നുമില്ല. പിന്നെ ഇത് 64GB സ്റ്റോറേജ് ടൈപ്പാണ്, ആ വേരിയൻ്റ് ആണ്. കുറേ ബ്ലോട്ട്വെയറും ഉണ്ട്. ബ്ലോട്ട്വെയറൊക്കെ നമുക്ക് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനും ഇതിൽ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് OnePlusലെല്ലാം കണ്ടുവരുന്ന ആ ഒരു സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് എല്ലാം ഇതിൽ ഉണ്ട്. ഇത് നിങ്ങൾക്കറിയാലോ, ഓപ്പോ എന്നൊക്കെ ഉള്ളത് OnePlusൻ്റെ ഒരു ബ്രാഞ്ചിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആപ്പ് കൊടുത്തപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂട്യൂബാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്തിട്ടിങ്ങനെ അത് നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ യൂട്യൂബും അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസബിളാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ വീന്ന് ഞാൻ ഡ്രോ ചെയ്തപ്പോൾ ഫ്ലാഷ് ഓൺ ആയി. അതേപോലെ തന്നെ ഞാൻ 2 വിരൽ കൊണ്ട് ഞാൻ വരഞ്ഞപ്പോൾ പാട്ട് പ്ലേ ചെയ്യുന്ന കാണാം.
അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പാട്ട് നമ്മുടെ അങ്ങോട്ടേക്ക് സ്കിപ്പ് ചെയ്യും, വേറൊരു പാട്ടിലേക്ക് സ്കിപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് സോങ്ങിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോവും. വീണ്ടും നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് സ്റ്റോപ്പ് ആവും. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡുവൽ ക്യാമറയാണ്. AI ഒക്കെ ഇതിൽ സപ്പോർട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റിയർ ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം. It's caught in the crossfire.